അന്നും ഇത്തരത്തിലുള്ള പരാമർശമൊന്നും ഒരാളും അനാവശ്യമായി പറഞ്ഞിട്ടില്ല. MLA ആയിരിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ എല്ലാ കാലത്തും എല്ലാവരും വരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അതും മണ്ഡലം കൺവീനറോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ചെയർമാൻ, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഈ ഒരു ഒരു കാലത്തും മാഞ്ഞു പോവുകയും തീർച്ചയായിട്ടും. കാരണം ഇന്ന് കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എടുത്താൽ നമുക്ക് ഒത്തിരി മിടുക്കരായ സ്ത്രീകൾ പൊതുരംഗത്ത് ഒരുപാട് ഉയർന്ന് പ്രവർത്തിക്കുന്ന കാണാം. ഇപ്പം കായംകുളം നഗരസഭ തൊട്ട് നമ്മൾ എടുത്ത് നോക്കിയാൽ 6 പഞ്ചായത്തുണ്ട് ഇവിടെ. അവിടെ എല്ലായിടത്തും പകുതിയിലധികം സ്ത്രീകളുണ്ട് പലയിടത്തും. ഇപ്പോൾ ഒരിടത്ത് 18 പേരാണ് അംഗങ്ങളെങ്കിൽ 10 പേര് സ്ത്രീകളാണ് പലയിടത്തും, അല്ലെ 11 പേര് സ്ത്രീകളാണ്. ജനറൽ സീറ്റിൽ നിന്ന് പോലും ഇടതുപക്ഷം പലപ്പോഴും സ്ത്രീകളെ മത്സരിപ്പിക്കുന്നുണ്ട് പഞ്ചായത്തുകളിലടക്കം. അപ്പം ഒരുപാട് ചെറിയ പെൺകുട്ടികളെ അടക്കം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒത്തിരി ചെറിയ പെൺകുട്ടികൾ പഠിക്കുന്നവർ, ഗവേഷണം നടത്തുന്നവർ, അഭിഭാഷകർ, അങ്ങനെയൊക്കെ ഒരുപാട് ചെറിയ പെൺകുട്ടികളെ ഞങ്ങളടക്കം ഇടതുപക്ഷം അടക്കം റിക്രൂട്ട് ചെയ്ത് പൊതുരംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രതിലോമ പ്രവർത്തനങ്ങൾ വരാൻ ഇരിക്കുന്ന പുതിയ തലമുറയ്ക്കൊക്കെ തന്നെ. പക്ഷേ സ്ത്രീകളൊക്കെ ശക്തരാണ്. നമുക്ക് കേൾക്കുമ്പോൾ വിഷമമൊക്കെ വരും. പക്ഷേ ഒരു കാര്യം അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകളൊക്കെ ശക്തർ തന്നെയാണ്. അവരെ ഡിമോറലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ചില നീചമായ ശക്തികളുടെ ലക്ഷ്യം. ഡിമോറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ ഈ രംഗത്തുനിന്ന് ഓടിപ്പോകും എന്നാണ് ചിലർ കരുതുന്നത്. പക്ഷേ അങ്ങനെ കായംകുളം ഹൃദയത്തിലെത്തിയതാണ് ഞങ്ങളെയൊക്കെ തന്നെ. അത്രയധികം കായംകുളത്തോട് ചേർന്ന് നിന്നതാണ്. അവിടെയാണ് കുടുംബത്തെ, വ്യക്തിയൊക്കെ അദ്ദേഹം അധിക്ഷേപിച്ചത്. അത് മനസ്സിന് ഒരുപാട് വേദന ഉണ്ടാക്കിയെന്ന് കൂടി മനസ്സിലാവുകയാണ് നമുക്ക്. അതായത് ഒരാൾ ക്യാമറ കൊണ്ടിരുന്ന് കരയുമ്പോഴും ഇത് ഒരു ധാർമ്മികമായി ചോദ്യം ചെയ്യുന്നൊരു തോന്നലുണ്ടോ അല്ലേ? അത്തരം പ്രതികരണം പാർട്ടി നടത്തും. ഇതൊരു സ്ത്രീവിരുദ്ധ പ്രസ്താവന എന്ന് പറയുന്ന സ്ത്രീ പീഡനമാണ്. ഇത് കുറ്റകൃത്യമാണ്. ഒരു കുറ്റകൃത്യം ചെയ്തതിനു ശേഷം ആ കുറ്റകൃത്യത്തിൽ മാപ്പ് അപേക്ഷിച്ച് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. UDFിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഈ നടത്തിയ സ്ത്രീവിരുദ്ധ പ്രസ്താവന സ്ത്രീ പീഡനമാണ്. ഈ സ്ത്രീ പീഡനം എന്ന് പറയുന്ന കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. അതിന് യുക്തമായ നടപടികൾ എടുത്തേ മുൻപോട്ട് പോകും. അത് ഒരു മാപ്പ് പറഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുറ്റകൃത്യം ഇല്ലാതാകില്ല. കൃത്യമായി ഈ കുറ്റകൃത്യത്തിന് വേണ്ട ശിക്ഷ നൽകുന്നതിനുള്ള നടപടികളുമായിട്ട് LDF മുൻപോട്ട് പോകും. പരാതി കൊടുക്കുന്നതിന് ആലോചിക്കുന്നു. ഇന്നും നാളെയുമായിട്ട് പരാതികൾ കൊടുക്കും. പരാതികൾ തയ്യാറാക്കുക. ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തിഹത്യ ആദ്യം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും പ്രധാനപ്പെട്ടാണ് വ്യക്തി. അങ്ങനെയല്ലല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കുന്നത്. എല്ലാവരും കൃത്യമായ ഒരു ഐഡിയോളജി പറഞ്ഞ്, വികസനം പറഞ്ഞ്, ക്ഷേമം പറഞ്ഞു. ഇതിൽ വ്യക്തിയുടെ ശരീരഘടന എങ്ങനെയാണ്, വ്യക്തി വാക്ചാതുര്യം കൊണ്ടാണോ? ഇടതുപക്ഷം അങ്ങനെയാണ് നന്നായിട്ട് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയം പഠിപ്പിച്ചും പറഞ്ഞുമാണ് ഇടതുപക്ഷ സ്ത്രീകളെ എപ്പോഴും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് കിട്ടുന്ന ഓരോ സമയത്തും ഇപ്പം എന്നെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ ഒരു വലിയ ഉത്തരവാദിത്വം തന്ന പ്രസ്ഥാനം, എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം വലിയ ഉത്തരവാദിത്തം തന്നത്. ഒരു ജില്ലയിലാകെ നിറഞ്ഞെന്ന് പ്രവർത്തിക്കാനുള്ള അവസരം വളരെ ചെറിയ പ്രായത്തിൽ തന്നതാണ്. അന്നും ഇത്തരത്തിലുള്ള പരാമർശമൊന്നും ഒരാളും അനാവശ്യമായി പറഞ്ഞിട്ടില്ല. MLA ആയിരിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ എല്ലാ കാലത്തും എല്ലാവരും വരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അതും മണ്ഡലം കൺവീനറോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ചെയർമാൻ, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കേവലമായൊരു മാപ്പ് പറച്ചിലിൽ തീരില്ല. ഇതിൻ്റെ ഒരു കാലത്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഈ ഒരു ഒരു കാലത്തും മാഞ്ഞു പോവുകയില്ല.